പ്രിയപ്പെട്ടവരെ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഒരു സബ്ജക്റ്റ് പറയട്ടെ. ഹീറോ ആവുന്നതും ലീഡർ ആവുന്നതുമൊക്കെ എങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ സബ്ജക്റ്റ്. അപ്പോൾ ഇതിൽ രണ്ട് മേഖലയും നമുക്ക് എടുക്കാം. ഒന്ന് രാഷ്ട്രീയവും ഒന്ന് സിനിമയും. ഏറെ സാമ്യതകളുള്ള രണ്ട് മേഖലയാണല്ലോ, ഒന്ന് രാഷ്ട്രീയവും ഒന്ന് സിനിമയും. അപ്പോൾ സിനിമയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കാര്യമാണ്, മോഹൻലാലും മമ്മൂട്ടിയും എക്കാലത്തെയും മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും. അതുപോലെ തന്നെ സത്യനും പ്രേം നസീറും എക്കാലത്തെയും സൂപ്പർ സ്റ്റാറുകളായിരുന്നു. ഇവർ എങ്ങനെയാണ് സൂപ്പർ സ്റ്റാറുകൾ ആയത്? എന്താണ് ഇവർക്കുള്ള പ്രത്യേകത? ഇവരെക്കാളും ഭംഗിയുള്ളവരും കഴിവുള്ളവരും നമ്മുടെ ഇടയിൽ ഇല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ ചോദ്യം. എന്താണ് അവർക്കുള്ള പ്രത്യേകത? ഞാൻ പറയട്ടെ. അവരുടെ സെൻസാണ് ആ മേഖലയിൽ, അഭിനയം എന്ന മേഖലയിൽ അവർക്കുള്ള സെൻസാണ് മമ്മൂട്ടിയും മോഹൻലാലും എന്ന നടനെ ഹീറോകളും സൂപ്പർ സ്റ്റാറുമൊക്കെ ആക്കിയത്. അത്രത്തോളം അറിവ് മറ്റാർക്കും ഇല്ലാത്തത് കൊണ്ട് തന്നെയായിരിക്കും അവരൊന്നും മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറുമൊക്കെ ആകാത്തത്. എന്നും തിളങ്ങി നിൽക്കുന്ന ഇന്നത്തെ തലമുറ പോലും ഹീറോകളായി കാണുന്ന ഇവർക്ക് ഉള്ള പ്രത്യേകത പേരൊന്നുമല്ല, ഇത് തന്നെയാണ്. രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും EMSഉം EK നയനാരും K കരുണാകരനും ഉമ്മൻചാണ്ടിയുമൊന്നും ആയിത്തീരാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അവർക്ക് ആ മേഖലയിൽ ഉള്ള അവരുടെ സെൻസ് തന്നെയാണ് അവരെ എക്കാലത്തെയും ലീഡേഴ്സാക്കി മാറ്റിയത്. അത്രത്തോളം സെൻസ് മറ്റാർക്കും ഇല്ലാത്തത് കൊണ്ടാകാം അവരാരും ഇവരെ പോലെ ആയിത്തീരാൻ. തീരുമാനങ്ങൾ എടുക്കാനും ജനഹൃദയങ്ങളിൽ ജീവിക്കാനും ഉള്ള അവരുടെ സെൻസാണ്, പൊളിറ്റിക്സിൽ അവർക്കുള്ള ആ സെൻസാണ് അവരെ എന്നും നേതാവാക്കി നിർത്തിയിട്ടുള്ളത്. എല്ലാവർക്കും അതുകൊണ്ട് തന്നെ നേതാവാകാൻ കഴിയാത്തതും. സ്ഥാനമാനങ്ങൾ കിട്ടിയത് കൊണ്ട് മാത്രം ഒരിക്കലും ഒരാൾ നേതാവാവുകയില്ല, ജനഹൃദയങ്ങളിൽ ജീവിക്കുകയില്ല. ഇത്തരത്തിൽ ചില കഴിവുകൾ കൂടെ അവർക്ക് ഉണ്ടായാലേ അവർ ജനഹൃദയങ്ങളിൽ എക്കാലത്തും ജീവിക്കുകയുള്ളൂ. ശരിയല്ലേ?